വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ഈ ഗൂഗിൾ മീറ്റ് വഴി ദൈവം നമ്മളെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ബൈബിൾ പഠനമാണ്, ബൈബിൾ ക്ലാസ് ആണ്. പരിശുദ്ധാത്മാവ് ദൈവസഭ വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളൊരു ദൈവനിയോഗം കർത്താവ് എനിക്ക് തന്നു. പ്രസംഗങ്ങളും ദൈവദൂതുകളും ഒക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പഠിക്കുക എന്നുള്ളത് പലപ്പോഴും കുറച്ചുകൂടെ ആഴമായി മനസ്സിലാക്കുക എന്നുള്ളത് ബൈബിൾ പഠന സൗകര്യങ്ങളിലാണ് നമുക്കത് ക്രമീകരിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ അടയ്ക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായ നിലയിൽ ഇന്നു രാത്രിയിൽ ദൈവം നടത്തണമേ. എല്ലാ തടസ്സങ്ങളെയും മാറ്റണമേ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ. അതിശയങ്ങളെ പ്രവർത്തിക്കണമേ. ഇത്രത്തോളം കർത്താവിൻ്റെ പൊന്നുനാമത്തെ ഉയർത്തുവാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ സാവകാശങ്ങൾക്കും ഭാഗ്യത്തിനുമായി സ്തോത്രം. കേൾക്കപ്പെടുന്ന വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിതം അനുഗ്രഹമാകുവാൻ ക്രിസ്തു എന്ന തലയോളം ദൈവസഭ വളരുവാൻ ദൈവാത്മാവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നിർബന്ധമായും നിങ്ങളെല്ലാവരും ഒരു നോട്ട്, ബുക്കോ ഒരു പേനയോ ഒക്കെ എടുത്ത് നിങ്ങളത് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു അവസരമായിട്ട് ബൈബിൾ പഠന ക്ലാസ്സിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. അത് ഭാവിയിൽ നിങ്ങൾക്കൊരാളോട് ഉപദേശിക്കാനോ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴുള്ള അനുഗ്രഹത്തിനോ ഒക്കെ അത് കാരണമായി തീരും. വെറുതെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമല്ല. നിങ്ങളതെടുത്ത് അതിൻ്റെ റെഫറൻസുകൾ, ആ സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ എല്ലാം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് അത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയായാൽ അത് വളരെ അനുഗ്രഹപ്രദമായ നിലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു അനുഗ്രഹത്തിനും അത് ആത്മീയ വളർച്ചയ്ക്കുമൊക്കെ അത് കാരണമായിട്ട് തീരും. അതുകൊണ്ട് ഇന്ന് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന കാര്യം വിശ്വാസം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ്. വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നോക്കുക. ഒരുവനിലുള്ള വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. രണ്ട് നിലകളിൽ നമുക്കത് അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ സാധ്യം ആണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചാട്ടെ, വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഇത്രയും വലിയ പ്രാധാന്യം ഈ വിശ്വാസത്തിനുള്ളത്? ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് രണ്ട് കാരണങ്ങളാൽ മനസ്സിലാക്കുവാൻ സാധ്യമാണ്. ശ്രദ്ധിക്കുക, വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ. ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പ്രാധാന്യത്തിന് രണ്ട് കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിലുള്ള വിശ്വാസം കൂടാതെ
ഒരിക്കലും രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. ഒന്നാമത്തെ വിഷയം ശ്രദ്ധിക്കണമേ. ഒരു പ്രസംഗ ശൈലിയിലും വളരെ ഒരു ദൈവദൂതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സമയമല്ലാത്തതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കേണ്ടുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ നിങ്ങളായിരുന്നാട്ടെ. അപ്പോൾ ഒന്ന്, വിശ്വാസം കൂടാതെ ഒരുവനെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. അതാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരുവന്റെ രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് വിശ്വാസം പ്രധാനമാണ്. ഒന്ന്, നമുക്കതിന് ആധാരമായിട്ടുള്ള വാക്യം ഇതാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കർത്താവിന്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം രക്ഷ വരുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നത് ഒരുവന് വിശ്വാസം കൂടാതെ രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. സ്തോത്രം. അപ്പൊ ആത്മിക രക്ഷയ്ക്ക് വിശ്വാസം പ്രധാനമാണ്. വിശ്വാസത്താലാണ് ഒരുവൻ ആത്മീയമായി രക്ഷിക്കപ്പെടുന്നത്. എന്താണ് അവൻ വിശ്വസിക്കേണ്ടത് എന്നുള്ളതുണ്ട്. യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ ദൈവത്തിന്റെ പുത്രനാണെന്നും ആ ക്രൂശിൽ മരിച്ച യേശുക്രിസ്തു ലോകമാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് ക്രൂശിൽ മരിച്ചതെന്നും പ്രത്യേകാൽ അത് എന്റെയും കൂടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ് യേശു ക്രൂശിൽ മരിച്ചത് എന്നുള്ളത് കൊണ്ട് ദൈവത്തോട് ശത്രുതയിലായിരുന്ന മനുഷ്യൻ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ട് അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൽ പാപമോചനത്തിനായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെയാണ് ഇവിടെ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, മാനുഷിക ആവശ്യത്തിന് വേണ്ടി, ഉദാഹരണം ഒരുപാട് ആവശ്യങ്ങൾ കാണും. മനുഷ്യനാണ്. സാമ്പത്തികപരമായ ആവശ്യങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ, കുടുംബപരമായ ആവശ്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ കാണും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നതിനെയല്ല വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. അപ്പൊ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചില്ലെങ്കിൽ ഒരുവന്റെ മരണശേഷം നിത്യനരകത്തിൽ തന്നെയായിരിക്കും പാപത്തിന്റെ ശമ്പളമാകുന്ന മരണശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് മറന്നുപോകരുത്. അപ്പം നിത്യനരകത്തിൽ നിന്നുള്ള വിടുതല്, പാപത്തിൽ നിന്നുള്ള വിടുതല് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴിയാണ് അത് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വസ്തുത, ദൈവത്തിലുള്ള വിശ്വാസം കൂടാതെ ഒരുവന് രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. അപ്പൊ വിശ്വാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല വിശ്വാസം ഇല്ലെങ്കിൽ. സ്തോത്രം. വിശ്വാസത്തിന്റെ രണ്ടാമത്തെ പ്രാധാന്യം ഇതാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. അപ്പം നോക്കുക, നിങ്ങൾ എബ്രായ ലേഖനം 11:6 ഇങ്ങനെയാണ് പറയുന്നത്, ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ. സ്തോത്രം. പ്രിയമുള്ളവരെ,
രക്ഷിക്കപ്പെടാൻ വിശ്വാസം ആധാരമായിരിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അവന് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ സാക്ഷാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് സാധ്യം അല്ല. സ്തോത്രം. നിങ്ങളിത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 16:16 നമ്മൾ വായിച്ചതുപോലെ തന്നെ സ്തോത്രം എബ്രായ ലേഖനത്തിലും വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇങ്ങനെ വിശ്വാസത്തിന് പ്രാധാന്യം ഉണ്ട്. ഒരുവന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വിശ്വാസത്താലാണ്. നാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യം ആണ്. ഇങ്ങനെ വിശ്വാസത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് 2 കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. വിശ്വാസത്തിന്റെ പ്രാധാന്യം 2 കാരണങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നാം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. 2, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പ്രാധാന്യം ചെറുതല്ല. വിശ്വാസത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യും. ശ്രദ്ധിക്കുക, നാം 2 എബ്രായ ലേഖനത്തിൽ വായിച്ചു, 1, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. 2, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. ഇത് നമ്മൾ വിശ്വസിക്കും. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അപ്പോൾ പ്രിയമുള്ളവര്, വിശ്വാസത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന് ചുരുങ്ങിയത് 2 കാരണങ്ങളുണ്ട്. വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങളുടെ അകത്ത് ഈ വചനം അങ്ങ് ക്രിയ ചെയ്യണം. നിങ്ങളുടെ അകത്ത് ഈ വചനം കയറണം. വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ബലഹീനമായിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസമില്ല, ക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത നിലകളിലുള്ള, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് യേശു വിടുവിക്കുവാനാണ് ക്രൂശിൽ മരിച്ചതെന്ന് വിശ്വസിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് നാം പ്രാർത്ഥിക്കുകയും ഈ ദൈവിക സന്ദേശം അവരിലേക്ക് കൈമാറിക്കൊണ്ട് അവർക്കത് മനസ്സിലാക്കുവാനുള്ള ഒരു അന്തരീക്ഷം നാം ഒരുക്കുകയും ചെയ്യണം. അതാണ് സുവിശേഷം പങ്കിടുക എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തിന്റെ 2 കാരണങ്ങളാണ് നിങ്ങളുടെ മധ്യയെ പങ്കുവെച്ചത്. അടുത്ത ഒരു വിഷയം പറയുവാനായിട്ട് വരുന്നത്, പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസത്തിന്റെ അളവാണ്. അളവ്. വിശ്വാസത്തിന് അളവുണ്ട്. വിശ്വാസത്തിന്റെ അളവ് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഒരു രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവ പൈതൽ തീർച്ചയായിട്ടും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. പക്ഷേ വിശ്വാസത്തിന് പല അളവുകളുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരിലും ഒരേപോലെയല്ല വിശ്വാസം കിടക്കുന്നത്. സ്തോത്രം. പല തരത്തിലുള്ള അളവ് വിശ്വാസത്തിനുണ്ട് പല ആളുകളിലും. അത് നാം മനസ്സിലാക്കണം. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചതുപോലെ വിശ്വാസത്തിന് പല അളവുകളുണ്ട്. ആ അളവ് 2-3 നിലകളിൽ
ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ മധ്യയെ മുഴുവനും ഇന്ന് പങ്കുവയ്ക്കുവാനുള്ള സമയം പോരാ. അതുകൊണ്ട് ദൈവം അനുവദിച്ച സമയത്തിനകത്ത് പറയാനുള്ളത് മാത്രം ഒന്ന് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാറ്റഗറി വിശ്വാസം ഇല്ലാത്തവർ എന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ വസ്തുത. വിശ്വാസം ഇല്ലാത്തവര്. സ്തോത്രം. നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു വചനം ഇങ്ങനെയാണ്. അതിന് യേശു അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവിടെ പറയുന്ന പദവിതാണ് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. അവിടെ വിശ്വാസം ഇല്ല, അവിശ്വാസമാണ്. നോക്കിക്കേ, ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അപ്പം വിഷയം ഇതാണ്, അവിശ്വാസം. വിശ്വാസം ഇല്ല. ചില ആളുകൾക്ക് വിശ്വാസം എന്നത് ഇല്ല. യേശു പറയുകയാണ് അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം സഹിക്കും. കർത്താവ് പറയും, നോക്കിക്കേ, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും. കർത്താവ് ഭയങ്കര വീർപ്പുമുട്ടലോടുകൂടെയാണ് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളെ എത്രത്തോളം സഹിക്കും. നോക്കിക്കേ, കർത്താവ് സഹിക്കുകയാണ്. ആരെയാണ്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്ന് പറഞ്ഞ് കർത്താവ് പറയാണ്, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും. അപ്പൊ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകളുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് ഇന്നും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. എന്താണ്? എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. 3 കാറ്റഗറി ആളുകളോടാണ് യേശു കർത്താവ് ഇത് സംസാരിക്കുന്നത്. 1, തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് ഇത് സംസാരിക്കും. യേശു കർത്താവിനോട് കൂടെ നടന്ന തൻ്റെ ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ഇത് സംസാരിക്കുകയാണ്. ഞാൻ എത്രത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. കാര്യം എന്താണ്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ യേശുവിനോട് കൂടെ ശിഷ്യന്മാർ നടന്നു, പക്ഷേ അവരുടെ അകത്ത് വിശ്വാസം ഇല്ലായിരുന്നു. യേശു കർത്താവ്, നോക്കാം നമുക്ക് വാക്യം 20-ാമത്തെ വാക്യം വായിച്ചെങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ശ്രദ്ധിക്കാം. വാക്യം 17-ന്റെ അധ്യായം 17-ന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അവൻ അവരോട്, നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തം അത്രേ. സ്തോത്രം. 19-ാമത്തെ വാക്യം, പിന്നെ ശിഷ്യന്മാര് സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കിക്കൂടാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാരോടാണ് പറയുന്നത്, അവൻ അവരോട്, നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തം അത്രേ. സ്തോത്രം. അപ്പൊ ഇവിടെ വിശ്വാസത്തിന്റെ അളവെന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് അല്പ വിശ്വാസമായിരുന്നു. വിശ്വാസമുണ്ട്, തീരെ അവിശ്വാസമല്ല, അല്പവിശ്വാസം. ഈ അല്പവിശ്വാസമുള്ള ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, ഈ അല്പവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ചിലതൊന്നും ചെയ്തെടുക്കാൻ സാധ്യമല്ല. സ്തോത്രം. ഇവിടുത്തെ വിഷയം എന്താണ്? അതിന്റെ 14-ാമത്തെ വാക്യം മുതൽ നമുക്കറിയാം.
അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുൻപാകെ മുട്ടുകുത്തി. കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടതയിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ഒരു മകന്റെ രോഗവുമായി ബന്ധപ്പെട്ട് അതിനെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ആ മകന്റെ അപ്പൻ ആ മകനെ കൊണ്ടുപോയപ്പോൾ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കി കൊടുക്കാൻ പറ്റാതിരുന്നതിന്റെ കാര്യം, ഒന്ന്, അവിടെ അല്പവിശ്വാസം. അതിനൊരു പച്ച മലയാള ഭാഷ എന്ന് പറയുന്നത് അവിശ്വാസം തന്നെയാണ്. വേണ്ടുന്ന നിലയിലുള്ള വിശ്വാസം ശിഷ്യന്മാരുടെ അടുക്കൽ ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവ് ഈ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയില്ലേ? സ്തോത്രം, ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നോക്കിക്കേ, അവൻ അവരോട് നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തം അത്രയും. എന്നിട്ട് 21-ാം വാക്യം പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. ആ ഭാഗം വിശദീകരിക്കാൻ സമയം പോരാ. എന്നാൽ ഇന്ന് രാത്രി നാം അറിയുക, വിശ്വാസത്തിന് പല അളവുകളുണ്ട്. ഇന്ന് ഈ ദൈവവചന പഠനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എത്രത്തോളമുണ്ട് എന്നൊന്ന് പരിശോധിക്കണം. എത്രത്തോളം വിശ്വാസമുണ്ട്? സ്തോത്രം. രണ്ടാമത്, ഇവിടെ ഈ പിതാവ്, യേശു കർത്താവിന്റെ അടുക്കൽ കുഞ്ഞിനെ കൊണ്ടുവന്ന ഈ പിതാവിനോട് തന്നെയാണ് കർത്താവ് ഈ കാര്യം പറയുമ്പോൾ ഈ പിതാവും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 3 വിഭാഗ ആളുകളാണ് അവിടെ ഉള്ളത്. ശിഷ്യന്മാരോട് ചോദ്യം ചെയ്യുന്ന ശാസ്ത്രിമാർ അവിടെ ഉണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. സ്തോത്രം. 1, യേശുവിന്റെ ശിഷ്യന്മാർ. 2, ആ കുഞ്ഞിന്റെ പിതാവ്. 3, യേശുവിന്റെ ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രിമാർ. ഈ 3 വിഭാഗ ജനത്തോട് തന്നെയാണ്, അല്ലെങ്കിൽ 3 വിഭാഗ ആളുകളോടാണ് കർത്താവ് പറയുന്നത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. വിശ്വാസത്തിന്റെ നായകനെ നമുക്ക് കാണുന്നത്, പൂർത്തി വരുത്തുന്നവനായവ ആ കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൂർത്തി വരുത്തുന്നവനാ നമ്മുടെ കർത്താവ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവൻ. ആ കർത്താവിനാണ് നമുക്ക് വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണത കാണാൻ കഴിയുന്നത്. ഇന്ന് രാത്രി ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നാം ആയിരിക്കുന്നത് ഈ ശിഷ്യന്മാരെ പോലെയാണെങ്കിൽ, നാം ആയിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ അപ്പനെ പോലെയാണെങ്കിൽ, നാം ആയിരിക്കുന്നത് ഈ ശിഷ്യന്മാരെ ചോദ്യം ചെയ്യുന്ന ശാസ്ത്രിമാരെ പോലെയാണെങ്കിൽ, കർത്താവിൽ നിന്ന് ചിലതൊന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തിന്റെ അളവ് പലർക്കും പലതാണ്. നമ്മുടെ വിശ്വാസം ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. സ്തോത്രം. ഇതൊരു ദൈവവചന പഠനമായതുകൊണ്ട് ഞാൻ വലിയൊരു പ്രസംഗമോ ദൂതിലേക്കൊന്നും വരുന്നില്ല. നിങ്ങൾക്കിത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത ആളുകളോട് കർത്താവ് പറയുന്നത് നാം ശ്രദ്ധിക്കണം. എന്താ പറയുന്നത്? അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. കർത്താവിന് ഭയങ്കര വീർപ്പുമുട്ടലാണ്. സ്തോത്രം. കർത്താവിന് ഭയങ്കര വീർപ്പുമുട്ടലാണ് വിശ്വാസമില്ലാത്ത ഒരു ജനതയോട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ കർത്താവ് അവിടെ പറയുന്ന 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന്
അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. ഒന്നും നിങ്ങൾക്ക് അസാധ്യമാകുകയില്ല. മലയെന്ന് പറയുന്നത് അക്ഷരികമായ മലയല്ല, ജീവിതത്തിലെ മല പോലെ മുന്നോട്ട് വിടാൻ കഴിയാതെ തടസ്സങ്ങളായി നിൽക്കുന്ന പല തടസ്സങ്ങളോടും ഒന്ന് മാറിപ്പോകാൻ പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ വായ കൊണ്ട് അത് സംസാരിച്ചാൽ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ ഇടയാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവ പൈതലേ, നീ അറിയണം, നിന്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. എവിടൊക്കെയോ പിശാച് വിശ്വാസത്തെ അവിശ്വാസത്തിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിടുന്ന സാഹചര്യങ്ങളെ നീ തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്. എന്നിട്ട് അടുത്തത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതേ ഭാഗത്ത് തുടർന്ന് വരികയാണ്. അത് നീങ്ങിപ്പോകും, ഒന്നും അസാധ്യമാകില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും. ഉപവാസവും പ്രാർത്ഥനയാലും ചിലതൊക്കെ നീങ്ങിപ്പോകണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ഒരു ദൈവ പൈതലിന് വളരെ ആവശ്യമാണ്. ശരിയായ നിലകളിൽ ഉപവസിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഈ കർക്കടക മാസവുമായി ബന്ധപ്പെട്ട് കാജയോടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഉപവസിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സാഹചര്യത്തിനൊത്തവണ്ണം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. കാര്യം ചില ജീവിത തടസ്സങ്ങളെ മാറ്റുന്നൊരു വിശ്വാസം നമ്മിൽ വെളിപ്പെടാൻ ഉപവസിക്കുമ്പോൾ നാം ഒന്നുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ജനത്തിന് വിശ്വാസമില്ല. രാത്രിയിൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ വിശ്വാസം ഒന്ന് പുനർപരിശോധന ചെയ്യണം. എന്തിനാണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടോ? ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള ദൈവവചന പഠനങ്ങൾ നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നാം നമ്മെ ക്രമീകരിക്കപ്പെടുന്ന സമയങ്ങളാക്കി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. നമ്മെ ദൈവകരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു പറയാം, അപ്പാ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അപ്പൊ ഒന്ന്, വിശ്വാസം ഇല്ലാത്ത ജനം. ചിലത് പ്രവർത്തിക്കുവാനായിട്ടുള്ള വിശ്വാസമില്ല, ചിലത് കാണാനായിട്ടുള്ള വിശ്വാസമില്ല. വിശ്വാസമില്ല, അതിന് അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് വിശ്വാസം ഇല്ല, അത് കാണാനുള്ള വിശ്വാസം ഇല്ല, അത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ. രണ്ടാമത്തത്, അപ്പം ഈ ഒന്നാമത്തെ വിഷയത്തിനകത്ത് വിശ്വാസം ഇല്ല, അവർക്ക് കൂടെ നടക്കുന്നുണ്ട് ശിഷ്യന്മാര്, പക്ഷെ ഒരു രോഗിയെ സൗഖ്യമാക്കാനുള്ള വിശ്വാസം അവർക്കില്ല. വിശ്വാസമില്ല. ശാസ്ത്രിമാരുണ്ട്, വേണ്ടുന്ന വിധത്തിലുള്ള ശരിയായ വിശ്വാസം അവർക്കില്ല. ഈ കൊച്ചിന്റെ അപ്പനുണ്ട്, അതിനും വിശ്വാസമൊന്നുമില്ല. പക്ഷെ കർത്താവ് പറയുന്നത് എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ, അങ്ങനെ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. വിശ്വാസം ഇല്ലാത്തൊരു വിഭാഗം. രണ്ട്, ചെറിയ വിശ്വാസമുള്ളവരുണ്ട്, ചെറിയ വിശ്വാസം. നിങ്ങൾ നോക്കണം, രണ്ടാമത്തെ വിശ്വാസത്തിലുള്ള ആളുകളുടെ വിഭാഗം ചെറിയ വിശ്വാസം. എന്താ ഈ ചെറിയ വിശ്വാസം? നോക്കാം നമുക്ക്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലാണ് അതിനാധാരമായിട്ട് ചിന്തിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിങ്ങൾ പ്രാർത്ഥനയോടെ ആ ഭാഗങ്ങൾ, ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളൊക്കെ എടുക്കുക. ബൈബിൾ എടുക്കാൻ നിവൃത്തിയില്ലാത്തവര് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് വായിക്കാം. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പ വിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അവിടെ പറയുന്നത് അല്പ വിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. അവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ കണ്ടതുപോലെ തന്നെ അല്പവിശ്വാസം കൊണ്ട് അത്ഭുതം കാണാൻ പറ്റാതെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പറ്റാതെ മാറിപ്പോയ ഒരു ജനം. അതിനകത്ത് വിശ്വാസമില്ലെന്ന് ഞാൻ മനസ്സിലാക്കും.
നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ടാണ് അത്ഭുതം നടക്കാത്തത് എന്ന് വെച്ചാൽ ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്തെടുക്കുവാനുള്ള വിശ്വാസം ഇല്ല, അതിനകത്ത് വിശ്വാസം ഇല്ലെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. രണ്ടിവിടെ അല്പവിശ്വാസികളെ അതിന് കറക്റ്റ് ഒരു ഡെഫിനേഷൻ അതിനകത്ത് തന്നെ കൊടുക്കും 30-ാമത്തെ വാക്യത്തിൽ. അപ്പൊ നാം ഇവിടെ മനസ്സിലാക്കുന്നത്, കർത്താവ് പറയുന്നത് അല്പവിശ്വാസികളെ, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു. ആ ഭാഗം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇങ്ങനെ ചമയിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് ഒന്ന് നോക്കും. മുറ്റത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നട്ടുവളർത്തിയ പൂച്ചെടികൾ കാണാം. അതിനകത്ത് ചിലതിൽ പൂ വന്നിരിക്കുന്നത് കാണാം, ചിലതിനകത്ത് കായുള്ളത് കാണാം. ഇതെല്ലാം വളരെ ഭംഗിയുള്ള പൂക്കളാണ്. ഞങ്ങളുടെ കിണറിന്റെ സൈഡിൽ കൊണ്ട് റോസ വളരെ ഭംഗിയാണ്, പലർക്കും നല്ല ഇഷ്ടമാണ്. പൂക്കൾ എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ പറയുന്നത് ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ലൈഫ്, ഒരു മനുഷ്യ ആയുസോളം ഒന്നുമില്ല. ഇതിനൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് ഈ ചെടികൾക്കൊക്കെ. അത് ഇച്ചിരി പൂവൊക്കെ തന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങി. മനസ്സിലാവുന്നു? അടുത്ത മുള വേറെ ഉണ്ടാവും, അടുത്ത കമ്പ് വേറെ ഉണ്ടാവും. ഒരു എക്സ്പയർ ഡേറ്റ് അതിനകത്തുണ്ട്. അപ്പൊ ഇതിന്നറിയാമോ, അതിനൊക്കെ വെട്ടി ഉണങ്ങുമ്പോൾ അതിനൊക്കെ വെട്ടി ദൂരെ മാറ്റി അതിനകത്ത് അടുപ്പിലൊക്കെ ഇട്ട് തീയൊക്കെ കത്തിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ആ ഒരു കാലത്ത് നല്ലതായിരുന്നു കരുതി ആരും എന്ത് ചെയ്യാറില്ല, അത് സൂക്ഷിച്ചെടുത്ത് വെക്കാറില്ല, അതിനെ അടുപ്പിലിടുന്നതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു ഇന്നുള്ളതും നാളെ ഇന്നത്തെ ഭംഗിയുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ, ഒരു ചെടിയെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ, അതിനെ ഇത്രയും ഭംഗിയായിട്ട് ദൈവം അതിനെ ചമയിച്ച് ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചെടിയിലെ ദൈവം അതിന് പൂവുണ്ടാകത്തക്ക നിലയിൽ, ഒരു ചെടിയാകത്തക്ക നിലയിൽ, അതിനെ വളരെ ആകർഷണീയമായ നിലയിൽ അതിനെ ദൈവം ചമയിച്ച് ഒരുക്കി എടുത്ത് ദൈവം അതിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ദൈവം ചമയിച്ച് നടത്താൻ വിശ്വസ്തൻ ആണ് എന്ന് ഇന്ന് രാത്രിയായി. വിശ്വാസത്തിന് അളവുകളുണ്ട്. അല്പവിശ്വാസികളെ ദൈവം അഭിസംബോധന ചെയ്ത് നോക്കിക്കേ, വചനം അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന്, അല്പവിശ്വാസം എന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 4 വിഭാഗത്തിൽ നമുക്കത് മനസ്സിലാക്കാം. 4 വിഭാഗം. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളുടെ ശുശ്രൂഷയിൽ, നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒക്കെ വളരെ പ്രയോജനം. 4 മേഖലയിൽ അല്ലെങ്കിൽ 4 കാറ്റഗറി, അതായത് കുറച്ചുകൂടെ ഉചിതമായ വാക്ക്, 4 കാറ്റഗറിയിൽ നമുക്ക് അല്പവിശ്വാസത്തെ മനസ്സിലാക്കാം. എന്താണ്? ഒന്നാമത് വാക്യം 30 നാം വായിച്ച ഭാഗത്ത് തന്നെയുണ്ട്. ഈ പറയുന്ന ഒന്നാമത്തെ വിഷയം ജീവിതത്തിലെ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാറ്റഗറി. ജീവിതത്തിലെ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാറ്റഗറി. ശ്രദ്ധിക്കുക. സ്തോത്രം. എന്താണിത്? ഇവിടെ ദൈവത്തിന്റെ വചനം 19-ാമത്തെ വാക്യം മുതൽ വായിച്ചെങ്കിലേ മനസ്സിലാകും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. അത് 19-ാമത്തെ വാക്യം മുതൽ വായിക്കുന്ന ഇങ്ങനെയാണ്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം എന്ത് ചെയ്യരുത്? സ്വരൂപിക്കരുത്. കർത്താവിന്റെ വചനം പറയും. എന്നിട്ട് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുക. വാക്യം 20. 21-ാമത്തെ വാക്യം പറഞ്ഞു: നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. 22-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു: ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും
ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും. ശ്രദ്ധിക്കണം, 25-ാം വാക്യം പറയുന്നു, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും. ശ്രദ്ധിക്കണം, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ഈ അല്പവിശ്വാസമുള്ളവർ ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും. അടുത്തത് എന്താണ്? അയ്യോ കർത്താവേ. എന്നിട്ട് വചനം പറയുന്നു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. കർത്താവ് ഇവിടെ അല്പവിശ്വാസി എന്ന് പറയുന്നത് ആരെയെന്നറിയാമോ? ഈ വിചാരപ്പെടുന്നവരെ. ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്തിനൊക്കെ വിചാരപ്പെടുന്നത്? ശ്രദ്ധിച്ചേ, വചനം പറയുന്നു, എന്ത് തിന്നും എന്തു കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും. എന്ത് തിന്നും എന്തു കുടിക്കും? 2, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും. അപ്പൊ 1, ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടും. 2, അവനവന്റെ ശരീരത്തിനു വേണ്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു. എന്തുടുക്കും? ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് 100 ജീവിത ആവശ്യങ്ങൾ ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് 30-ാം വാക്യത്തിനകത്ത് നാം വായിച്ചത്, അല്പ വിശ്വാസമുള്ളവരെ കുറിച്ച് കർത്താവ് പറയുന്നു. അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം നിങ്ങളെ ചമയിച്ച് ദൈവം ഒരുക്കുമെന്ന്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദൈവം നമുക്ക് നൽകി തരാൻ ശക്തനാണ്. ഒന്ന് വിശ്വസിക്കുന്നു രാത്രി. ആ അല്പവിശ്വാസമൊക്കെ ഒന്ന് എടുത്ത് കളയും. ഈ ബൈബിൾ ക്ലാസ്സിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരല്പവിശ്വാസം എടുത്തങ്ങ് കളയും. കർത്താവിൽ അങ്ങ് പൂർണ്ണമായി ഒന്ന് ആശ്രയിക്കും. നമ്മുടെ ആവശ്യങ്ങൾ വലുതാകാം, നമ്മുടെ വിഷയങ്ങൾ വലുതാകാം. പക്ഷേ നമ്മുടെ ആവശ്യത്തെക്കാളും നമ്മുടെ വിഷയത്തെക്കാളും ഏറ്റവും വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം മറക്കരുത്. നമ്മളെപ്പോഴും കാണുന്നത് നമ്മുടെ വിഷയത്തിന്റെ വലിപ്പത്തെ കാണുന്നത്, നമ്മുടെ ആവശ്യത്തിന്റെ വലിപ്പത്തെ കാണുന്നത്. നോ, അങ്ങനല്ല. നിന്റെ വിഷയത്തെക്കാൾ നിന്റെ ആവശ്യത്തെക്കാൾ വലിയവനാണ് കർത്താവായ യേശു. എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് അല്പവിശ്വാസികളാണ്. അവർക്ക് വിശ്വാസം കുറവാണ്. രാത്രി ഈ ബൈബിൾ ക്ലാസ്സിനകത്ത് ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? വിശ്വാസം ഞാനൊരു വിശ്വാസിയാന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പറയാം, പാടി ആരാധിക്കാം, എല്ലാം ഓക്കെ. അതൊക്കെ ഒരു ടൈം ടേബിൾ സിസ്റ്റം പോലെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ കയറുമ്പോൾ നമ്മൾ പാടും, നമ്മൾ ആരാധിക്കും, നമ്മൾ പ്രാർത്ഥിക്കും, എല്ലാം ഓക്കെ. പക്ഷെ വിശ്വാസം എന്നത് എത്രത്തോളം ഉണ്ട് എന്നത് നാം ഇന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. അല്പവിശ്വാസമാണെങ്കിൽ വലിയ അപകടമാണ്. ജീവിതത്തിൽ വലിയ അപകടമാണ് അല്പവിശ്വാസം. അതൊരു ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ചിന്തകൾ ഒന്ന് വിശാലമാകട്ടെ. നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. സ്തോത്രം. നോക്കിക്കേ, എന്ത് തിന്നും എന്തെടുക്കും. അപ്പൊ ഇവിടെ ഭൗതികമാണ്. ഭൗതികപരമായ ആവശ്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് വിചാരപ്പെടുക.
അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. 26-ാമത്തെ വാക്യം. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. അതിന് ബാങ്ക് ബാലൻസ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഈ വചന പഠനം ഓരോ ദൈവവൈതലും ഏറ്റെടുക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഈ വചന പഠനത്തിൽ ഒരു പക്ഷേ നിനക്ക് ഈ വചനം പഠിക്കുന്ന ഈ പ്രാർത്ഥന യോഗത്തിനകത്ത് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ ബാങ്ക് ബാലൻസ് ഇല്ലായിരിക്കാം. നാളത്തെ ഭക്ഷണത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് കരുതുമെന്ന് ഓർത്ത് ചിന്തിക്കുന്ന സമയമായിരിക്കാം ഈ മെസ്സേജ് കേൾക്കുമ്പോൾ. ഒരുപക്ഷെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ പോകാൻ പൈസയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ള ചിന്തകളായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. ഈ ആകാശത്തിലെ പക്ഷികളെ, പറവകളെ നോക്ക്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. ദൈവസന്നിധിയില് പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഒരു ദൈവപൈതൽ കടന്നു വരാത്തിടത്തോളം അവൻ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി ദൈവത്തിലൊന്ന് ആശ്രയിക്കണം, പൂർണ്ണമായൊന്ന് ആശ്രയിക്കണം, പൂർണ്ണമായൊന്ന് വിശ്വസിക്കണം. ദൈവമേ, ആകാശത്തിലെ പറവകൾക്ക് അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അത് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും ദൈവം അതിനെ ഓരോ ദിവസവും പുലർത്തുന്നു, അതിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുന്നു, ഓരോ ദിവസത്തിന് ആവശ്യമുള്ളതിനെ ദൈവം അതിന് നൽകി കൊടുക്കുന്നു. സ്തോത്രം. എന്നാൽ അവയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളതാണ് നമ്മൾ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് എല്ലാ വിചാരപ്പെടുന്ന മണ്ഡലങ്ങളും അത് അല്പവിശ്വാസമുള്ളവരിൽ നിന്നാണ് വരുന്നത്. പൂർണ്ണ വിശ്വാസമുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കും. ഇത് പ്രിയമുള്ളവരെ, വിശ്വാസത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുക. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിലേക്കുള്ള മറുപടി ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവവചനം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അല്പവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹൃദയത്തിനകത്ത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വിചാരപ്പെടുന്നവൻ അല്പവിശ്വാസിയാണ്. അല്പവിശ്വാസി. കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ അല്പവിശ്വാസിയായിട്ട് ഇരിക്കാനല്ല. നോക്കിക്കേ, 27-ാം വാക്യം പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനും നിങ്ങളിൽ ആർക്ക് കഴിയും? സ്തോത്രം. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുവിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതും ഇല്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയും. എന്നിട്ടാണ് കർത്താവ് ഈ അല്പ വിശ്വാസിയെ എന്ന് പറയാനുള്ള ഭാഗം പറയുന്നത്. എന്നിട്ടാണ് ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ചമയിപ്പിക്കും. അതുകൊണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ട്, ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ അല്പവിശ്വാസം നിമിത്തമാണ് വരുന്നതെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അല്പവിശ്വാസം മാറ്റിയിട്ട് എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന സർവശക്തനായിരിക്കുന്ന എന്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളത് നൽകിത്തരാൻ ശക്തനാണെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിചാരപ്പെടുന്നത് മാറി. വിചാരപ്പെടുമ്പോഴുള്ള പ്രശ്നം ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത സ്ട്രെസ്, ഭക്ഷണം കഴിക്കായിക, പലരോടും ഇങ്ങനെ വിഷാദവുമായി ബന്ധപ്പെട്ടിരിക്കുക, സംസാരിക്കുന്നതൊക്കെ വിഷാദപരമായി സംസാരിക്കാൻ ഇടയാകും. പിന്നെ ഉറക്കമില്ല, പിന്നെ അത് ശരീരത്തിന് ബുദ്ധിമുട്ടായി, അത് പിന്നെ രോഗങ്ങളായി.
അത് ഡോക്ടറെ കാണിക്കേണ്ട വിഷയങ്ങളായി ഇങ്ങനെ വിചാരപ്പെടുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അല്പവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സകല വിചാരപ്പെടലുകളും ഉപേക്ഷിച്ചിട്ട് കർത്താവിൽ ഒന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഒന്ന് ആശ്രയിക്കാം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഒന്ന്, ഇത് ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അല്പവിശ്വാസിയെ എന്ന്. രണ്ടാമത്തെ കർത്താവ് അല്പവിശ്വാസിയെ എന്ന് വിളിച്ച വിഷയം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യത്തിനകത്താണ്. നിങ്ങൾ നോക്കിക്കേ, 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഇങ്ങനാണ് പറയുന്നത്: അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. സ്തോത്രം. അപ്പൊ കർത്താവ് അല്പവിശ്വാസിയെ എന്ന് വിളിച്ച രണ്ടാമത്തെ ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. 23-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന് ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത ഉണ്ടായി. അപ്പോൾ ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാമത് കർത്താവ് ഇടപെട്ടത്, അല്പവിശ്വാസികളെ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഇടപെട്ടത് ഒന്നാമത് ജീവിത ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്താണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു രണ്ടാമത് അത് അപകട സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ്. അപകട സാഹചര്യങ്ങൾ സംബന്ധിച്ച് ജീവിതത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, ജീവിതത്തിലേക്ക് കയറി വരുന്ന പ്രശ്നങ്ങൾ വളരെ അധികം, അത് അപകട സാധ്യതകൾ പോലെ, മരണത്തോട് മല്ലടിക്കുന്ന പ്രശ്നങ്ങൾ പോലെ ഒക്കെ വരുന്ന വിഷയങ്ങൾക്കകത്ത് അല്പവിശ്വാസമുണ്ടെങ്കിൽ റിക്കവറായി വരാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുന്നു പ്രിയമുള്ളവരെ. അല്പവിശ്വാസത്തിൽ ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാ അപകട സാഹചര്യങ്ങളുടെ മേലും അധികാരമുള്ള ഒരു കർത്താവുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ പൂർണ്ണമായ ഒരു വിശ്വാസം കർത്താവിൽ ഉണ്ടാകും. സ്തോത്രം. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. എത്രയോ വിശ്വാസികൾ ആത്മഹത്യയിലേക്ക് ചിന്തിച്ച് പോകുന്നെന്നറിയാമോ? കഷ്ടതയും പ്രയാസങ്ങളും വിശ്വാസികൾക്കും ഉണ്ട്. എന്നാൽ അതിനകത്ത് വിടുവിക്കുന്നവൻ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. നോക്കിക്കേ, ഇവിടെ കാറ്റും കോളും വളരെയധികം വിഷയങ്ങളായിട്ട് അവർ കയറി യാത്ര ചെയ്യുന്ന പടകിന് നേരെ ആഞ്ഞടിച്ചു. വെള്ളം അലയടിച്ചു വന്നു, പടകിലേക്ക് കയറി, കാറ്റടിച്ചു. ഇവര് വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ അപകട സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കർത്താവിനെ അവർ വിളിച്ചു. ഇന്ന് രാത്രി അല്പവിശ്വാസത്തോടെയാണ് ദൈവ സന്ദേശം കേൾക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, അപകടത്തിന്റെ സാഹചര്യത്തിൽ നിന്നൊരു വിടുതലില്ല. വിളിക്കേണ്ടുന്ന യേശുവിനെ പൂർണ്ണ വിശ്വാസത്തോടെ വിളിക്കാൻ തയ്യാറായാൽ കർത്താവ് എഴുന്നേറ്റ് ചില കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയൊക്കെ അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റിനെ ശാസിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പടകിനെ ശാന്തമാക്കി തരാൻ കർത്താവ് ശക്തനാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കർത്താവ് അല്പവിശ്വാസികളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ല. കർത്താവ് അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആയാൽ പോരാ. നിങ്ങളുടെ വിശ്വാസം അല്പവിശ്വാസം ആയാൽ പോരാ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണതയിലേക്ക് വരണം എന്നാണ് കർത്താവ് പറയുന്നത്.
അതുകൊണ്ടാ ഈ അല്പവിശ്വാസിയെ എന്ന് കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ നോക്കിക്കേ. അപ്പൊ അടുത്ത ഒരു വിഷയം, വിശ്വാസം അല്പമായാൽ ഭീരുത്വം നിറയും എന്ന് പറഞ്ഞാൽ ഭയപ്പാടുണ്ടാകും ജീവിതത്തിൽ. ഭയപ്പാട് വിട്ടുമാറി. അപ്പം ജീവിതത്തിൽ ഭയപ്പാടില്ലാതെ ജീവിക്കണമെങ്കിൽ കർത്താവിൽ പൂർണ്ണ വിശ്വാസമുള്ളവനായിരിക്കണം. കർത്താവിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തവൻ ഈ അല്പവിശ്വാസി കടന്ന് ഇങ്ങനെ ഭീരുവായിക്കൊണ്ടിരിക്കും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ. ഇന്ന് ഈ ദൈവജന പഠനത്തിനകത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷയങ്ങളെ ഒരുപക്ഷെ കാണാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ടത്, തലമുറകളുമായി ബന്ധപ്പെട്ടത്, വീടുമായി ബന്ധപ്പെട്ടത്, കുടുംബമായി ബന്ധപ്പെട്ടത്, ഫിനാൻഷ്യൽ ബന്ധപ്പെട്ടത്, രോഗവുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ നിങ്ങളെയോ നിങ്ങളുടെ ജീവിതത്തെയോ തകർത്ത് കളയുമെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയാത്ത നിലയിൽ നിങ്ങളായിരിക്കുമെന്നുള്ള സാഹചര്യത്തിനകത്തൊക്കെ നിങ്ങളെ അകപ്പെടുത്തി കളയാൻ ശ്രമിക്കും. പക്ഷേ അവിടെ ഭയങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിന്റെ നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കും. അയ്യോ, ഇനി എന്ത് ചെയ്യും? അയ്യോ, ഇങ്ങനത്തെ സാഹചര്യമാണല്ലോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും? അയ്യോ, ഇന്ന കാര്യം ഇങ്ങനെ വന്നിരിക്കുന്നല്ലോ, എന്ത് ചെയ്യും? ഭയങ്കരമായ ഭയപ്പാടുണ്ടാകും. കാരണം ഇതാണ് അല്പവിശ്വാസം. ഓക്കെ, അതുകൊണ്ട് കർത്താവ് പറയുന്ന അല്പവിശ്വാസികളെ എന്ന് കർത്താവ് പറയുകയാണ്. അല്പവിശ്വാസികളെ എന്ന് പറയുകയാണ്. നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്താ എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് നിങ്ങളിത് രാത്രി ഒന്ന് വിശ്വസിക്കണം. എന്റെ പ്രശ്നങ്ങളെ ശാന്തമാക്കാൻ എഴുന്നേൽക്കുന്ന കർത്താവ് എനിക്കുണ്ട്. ഒന്ന് വിശ്വസിക്കണം ഈ യേശുവിൽ. യേശു പറയുന്ന നോക്കിക്കേ, യേശു പറയുന്നത് നിങ്ങൾ വൈകുന്നേരം വരെ അധ്വാനിക്കണം, അധ്വാനിച്ചിട്ട് നിങ്ങൾ അത് കൊണ്ടുവരണം. നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ കുറെ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളുടെ ശരീരത്തൊക്കെ ദണ്ഡിപ്പിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ഇരിക്കും. ഇതൊന്നും അല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ, ഇതൊന്നും അല്ല കർത്താവ് പറയും. കർത്താവ് പറയുന്ന കാര്യം വിശ്വാസവുമായി ബന്ധപ്പെട്ട നിങ്ങളെ അല്പവിശ്വാസം മാറ്റണം. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണതയിലേക്ക് വരണം. കേൾക്കുന്ന വാത്സല്യ കുഞ്ഞെ, അപകട സാഹചര്യം സംബന്ധിച്ച് കർത്താവ് പറയുന്നു, അല്പവിശ്വാസിയെ നിങ്ങൾ ഭീരുക്കൾ ആകുന്നത് എന്താണ്? അപ്പൊ ഒന്ന്, ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പവിശ്വാസി എന്ന് കർത്താവ് അഭിസംബോധന ചെയ്യുന്നു. രണ്ട്, അപകട സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു അല്പവിശ്വാസി എന്ന്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം നൽകി തരാൻ യേശു കർത്താവ് ശക്തനാണ്. ഏത് അപകട സാഹചര്യങ്ങളുടെ മേലും പ്രവർത്തിച്ച് തന്റെ ഭക്തനെ രക്ഷിച്ചെടുക്കാൻ യേശു കർത്താവ് ശക്തനാണ്. അതൊന്ന് വിശ്വസിക്കാം. വിശ്വാസം അല്പമായാൽ പോരാ, വിശ്വാസം പൂർണ്ണതയാണ്. അല്പവിശ്വാസം ഈ പറയുന്ന വിചാരപ്പെടലുകൾ ഉണ്ടാക്കും. ഒന്ന്, അല്പവിശ്വാസം ഭയപ്പാട്, ഭീരുത്വം കൊണ്ടുവരാനിടയാകും. രണ്ട്, അപ്പോൾ പൂർണ്ണ വിശ്വാസം ഒന്നും വിചാരപ്പെടാനിടയാകത്തില്ല. ഒരിക്കല് വിശ്വാസത്തിന്റെ പൂർണ്ണതയുണ്ടായാൽ, അല്പവിശ്വാസം മാറിയാൽ വിചാരപ്പെടൽ മാറും. വിശ്വാസത്തിന്റെ പൂർണ്ണതയുണ്ടായാൽ അകത്ത് ഭീരുത്വം അല്ലെങ്കിൽ ഭയം കടന്നു വരുന്നതുമാണ്. ധൈര്യം ഉണ്ടാകും. മൂന്നാമത്, വേഗത്തിൽ 4 കാര്യങ്ങളും കൂടെ പറഞ്ഞു നിർത്തണമല്ലോ, 4 കാര്യങ്ങളുണ്ടാകും. മൂന്നാമത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യേശു ഉടനെ കൈനീട്ടി
അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ വേദഭാഗം. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടുകയാണ്. 22ാമത്തെ വാക്യം മുതലുണ്ട്. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമായിരിക്കുന്നത് കൊണ്ട് തിരകളാൽ വലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരൂ എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശു കർത്താവ് കടലിന്മേൽ നടക്കുന്നു എന്ന് കരുതി പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞാനും കൂടെ ഒന്ന് നടക്കാൻ നീ എന്നെ അനുവദിക്കണം, സഹായിക്കണം. കർത്താവ് പറഞ്ഞു, വരാൻ പറഞ്ഞു. പക്ഷെ അവൻ കാറ്റു കണ്ട് പേടിച്ചു. യേശുവിനെ നോക്കിയ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങി താഴാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവ് അല്പവിശ്വാസിയെ എന്ന് വിളിച്ചത് അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരുന്നത് പോലെ പത്രോസിനും നടക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. പത്രോസും നടന്നു. പക്ഷേ പത്രോസിന്റെ കാഴ്ച യേശുവിൽ നിന്ന് മാറി. എന്നിട്ട് പ്രതികൂലമായി അടിക്കുന്ന കാറ്റിലേക്ക്. സ്തോത്രം. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങുകയാണ്. നോക്കിക്കേ, കാറ്റ് കണ്ട് പേടിച്ചു. കാറ്റ് വന്നു, അതിനെ കണ്ടു, അവൻ പേടിച്ചു, അവൻ മുങ്ങാൻ തുടങ്ങി. 3 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് വിഷ്വൽ. ഒന്ന്, ഈ കാറ്റ് വന്നു, അതിനെ വിഷ്വൽ ചെയ്തു, ഇവൻ കണ്ടു, പിന്നെ അവൻ പേടിച്ചു. അപ്പൊ ജീവിതത്തിൽ ഇത് രാത്രി ഇരിക്കുന്ന പ്രിയമുള്ളവർ അറിയണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂപ്പർ നാച്ചുറലായിട്ട് നടക്കാൻ വിളിക്കപ്പെട്ടവർ. നിങ്ങളുടെ ജീവിതത്തിന് നേരെ അടിക്കപ്പെടുന്ന കാറ്റുകളിലേക്ക് നീ വിഷ്വൽ ചെയ്യരുത്, നീ കാണരുത്, അതായത് നോക്കരുത്. പിന്നെ ആരെ നോക്കണം? കാറ്റിനെ നിയന്ത്രിക്കുന്ന നിന്റെ പ്രശ്നങ്ങളിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്റെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്ന യേശുവിലേക്ക് തന്നെ നോക്കണം. അവിടെയാണ് അത്ഭുതം കേട്ടോ. ഈ അത്ഭുതം നടക്കണമെങ്കിൽ അല്പവിശ്വാസം പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് കർത്താവ് അവിടെ അല്പവിശ്വാസി എന്ന് വിളിച്ചിരിക്കുന്നത്. അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങി. കാറ്റിനെ കണ്ടു, അവൻ പേടിച്ചു മുങ്ങിത്തുടങ്ങി. അപ്പൊ നേരത്തെ നാം കണ്ടു വിചാരപ്പെടുന്നവൻ, 2 അവൻ ഭയപ്പെടുന്നവൻ. ഈ ഭയപ്പാടുണ്ടാകുന്നത് കാറ്റ് കണ്ട് പേടിച്ച് പോയാൽ, ഭയപ്പെട്ടു പോയാൽ മുങ്ങുവാനിടയാ. മുങ്ങി പ്രശ്നങ്ങൾക്കകത്ത് പെട്ട് കിടക്കും. അതിനകത്തുനിന്ന് റിലീസായി വരാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നോ? സ്തോത്രം. ഈ പഠനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ ജീവിത പ്രശ്നങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഈ ഭയപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്കകത്ത് പെട്ട് എഴുന്നേക്കാൻ പറ്റാതെ വരും. യേശുവേ വിളിച്ചിട്ട് നിങ്ങൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്. പ്രശ്നങ്ങളെ കാണണമെന്നില്ല, പ്രശ്നങ്ങളെ ശാന്തമാക്കുന്ന യേശുവിനെ നിങ്ങൾ കാണണം. ചിന്ത അങ്ങോട്ട് മാറണം, മനസ്സ് യേശുവിങ്കലേക്ക് തിരിയും.
ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അങ്ങനെ തിരിഞ്ഞാൽ അവിടെ അത്ഭുതം സംഭവിക്കും. കർത്താവ് എന്താ ചെയ്തത്? ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. ഒരിക്കലും ഒരു ദൈവവൈതലിന് പ്രശ്നങ്ങൾക്കകത്ത് തകർന്നു പോകാൻ യേശു അനുവദിക്കത്തില്ല. സ്തോത്രം. പക്ഷെ ഒരു വിശ്വാസി ചെയ്യേണ്ടത് നാം പ്രശ്നങ്ങളെക്കാൾ വലിയവനായ യേശുവിലേക്ക് നോക്കണം. ഭയപ്പെടാൻ പാടില്ല. അവിടെ അത്ഭുതം സംഭവിക്കും. കാരണം ഭയപ്പാടുള്ളവനെ തള്ളിക്കളയുന്നവനായിട്ടല്ല നമ്മൾ വേദപുസ്തകത്തിനകത്ത് യേശുവിനെ കാണുന്നത്. ഭയപ്പെട്ടവനെ, അവനെ ചേർത്ത് പിടിച്ച്, അവനെ കരം പിടിച്ച്, അവന്റെ ഭയത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ട് യേശു കർത്താവ് പടകിൽ അവനെ വെച്ചോണ്ട് യാത്ര ചെയ്തു പോവുകയാണ്. അപ്പൊ ഇന്ന് രാത്രി അല്പവിശ്വാസിയെ എന്ന് കർത്താവ് നമ്മെ നോക്കി വിളിക്കാതിരിക്കട്ടെ. കാര്യം അത്ഭുതങ്ങൾ തടയപ്പെടും, അത്ഭുതങ്ങൾ നടക്കാതെ വരും. അപ്പൊ പൂർണ്ണ വിശ്വാസം ഉണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ സ്തോത്രം. ആ ഭാഗത്തുനിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. ഞാൻ കർത്താവിന് നന്ദി പറയും. അതുകൊണ്ട് പ്രിയമുള്ളവര്, അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്പവിശ്വാസത്തിന്റെ കാര്യങ്ങളെ കർത്താവ് സംസാരിച്ചു. അത്ഭുതം നടക്കണമെങ്കിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുക തന്നെ വേണം. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നതിനെ, നിങ്ങൾക്ക് അല്പവിശ്വാസം ഉണ്ടെങ്കിൽ ഈ അത്ഭുതം നടക്കുന്നതിനെ ബാധിക്കും. അങ്ങനെ വരരുത്. സ്തോത്രം. ഇനി നാലാമത്തെ ഒരു വിഷയം ഭക്ഷണം സംബന്ധിച്ചുള്ള വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച്, 16-ാമത്തെ അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു. ശ്രദ്ധിച്ചാണ്. 5-ാമത്തെ വാക്യം മുതൽ തന്നെ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കുവാൻ മറന്നു. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ട് പോരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു അവരോട്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഭക്ഷണം സംബന്ധിച്ച് എന്ന് വെച്ചാൽ അവിടെ ഈ ഉപദേശവുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടോ. പരീശന്മാരുടെ പുളിച്ചമാവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഒരു വേദഭാഗം കൂടെയാണ്. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഇവിടെ ഇപ്പോഴോ നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പവും കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? യേശു ചോദിക്കും. 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? പിന്നെന്താ? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്രേ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്നവർ ഗ്രഹിച്ചു. അപ്പോ അപ്പവുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ പരീശന്മാരുടെയും സദൂക്യരുടെയും ഒക്കെ ഉപദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തെയാണ് അവിടെ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ചില ഉപദേശങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. അല്പവിശ്വാസം ഉള്ളവർ പല ഉപദേശങ്ങളിലും പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടുപോകരുത്. പ്രാരംഭത്തിൽ ഞാൻ മൊബൈലിന്റെ കാര്യം പറഞ്ഞതുപോലെ, സ്തോത്രം, പല ഉപദേശങ്ങളുമുണ്ട്. നമുക്കിവിടെ ദൈവവചനവുമായി ബന്ധപ്പെട്ട ശരിയായ ഉപദേശത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ എന്നുള്ളത് കൊണ്ട്, സ്തോത്രം, ഏത് സംശയങ്ങളും നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുവാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതും കൊണ്ട് ശരിയായ ഉപദേശത്തിനകത്ത് നിന്നില്ലെങ്കിൽ കർത്താവ് വിളിക്കും അല്പവിശ്വാസി. ഇവിടെ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ശാരീരികപരമായിരിക്കുന്ന ജീവനും ഭക്തിക്കും വേണ്ടുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു വിഷയം കൂടെ അവിടെ മുന്നമേ ഉണ്ട് കർത്താവ് പറയുന്ന കാര്യത്തിനകത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. മറക്കാതിരിക്കുക വിശ്വാസത്തിന്റെ പ്രാധാന്യം.
വിശ്വാസത്തിന്റെ പ്രാധാന്യം രണ്ട് കാര്യങ്ങളിൽ നാം ചിന്തിച്ചു. ഒന്ന്, രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് വിശ്വാസം ആവശ്യമാണ്. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. പക്ഷെ വിശ്വാസത്തിന് പല അളവുകളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. പല അളവുകളിൽ ഒന്ന്, തീരെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ, അവർ അത്ഭുതം കാണുകയില്ല. ആ അത്ഭുതം കാണാനുള്ള വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണ്. എന്നാലും കർത്താവ് ആ അത്ഭുതം ചെയ്യുന്നുണ്ട്. കർത്താവിൽ നാം നോക്കിയാൽ, കർത്താവിലേക്ക് നാം നോക്കിയാൽ കർത്താവിൽ ആ വലിയ വിശ്വാസത്തെ കാണും. അങ്ങനെ യേശു ചന്ദ്രരോഗിയായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് അപ്പന്റെ അപേക്ഷ പ്രകാരം ആ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള ബാധയെ മാറ്റിക്കൊണ്ട് സൗഖ്യം നൽകി. ശാസ്ത്രിമാർക്കോ അതുപോലെ ശിഷ്യന്മാർക്കോ കുഞ്ഞിന്റെ അപ്പനും ഈ അത്ഭുതം ചെയ്യാനുള്ള വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. രണ്ടാമത് നാം ചിന്തിച്ചത് ചെറിയ അല്പവിശ്വാസം. ആ അല്പവിശ്വാസം 4 നിലകളിൽ നാം മനസ്സിലാക്കി. ഒന്ന്, അത് ജീവിതത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അല്പവിശ്വാസങ്ങളാണ്. ആ അല്പവിശ്വാസം ഉള്ളവർ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നിങ്ങനെ ഓർത്ത് വിചാരപ്പെട്ടുകൊണ്ടിരിക്കും. ആ അല്പവിശ്വാസമുള്ള ജീവിത ഭാഗത്തു നിന്ന് പൂർണ്ണ വിശ്വാസത്തിലേക്ക് നാം വരുവാനായിട്ട് ഇടയാണ്. രണ്ട്, ചില അപകട സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർത്താവ് അല്പവിശ്വാസികളെ എന്ന് വിളിച്ചു. യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് വിഷയങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നടത്താൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് വിശ്വാസം പൂർണ്ണതയിലേക്ക് വരാൻ ഇടയാകട്ടെ. ഭയപ്പാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകട സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അല്പവിശ്വാസമുള്ള ഒരുവൻ, എന്നാൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവന് ധൈര്യത്തോടെ മുന്നേറാനായിട്ട് സാധ്യമാണ്. കർത്താവ് കൂടെ ഉണ്ടെന്ന് അവൻ മനസ്സിലാവും. മൂന്നാമത്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൽ നാം സൂപ്പർ നാച്ചുറലായിട്ട് നടന്നു മുന്നോട്ട് പോകണമെങ്കിൽ അല്പവിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കും. അവിടെയും ഭയപ്പാടിന്റെ, ഭീരുത്വത്തിന്റെ അന്തരീക്ഷങ്ങളിൽ നിന്ന് ഭയപ്പാടിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറുവാനായിട്ട്. അപ്പൊ ഭീരുത്വവും ഭയപ്പാടും പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനസ്സ് വേദനിച്ചും ഇരിക്കാതെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ കാണാൻ സാധ്യമാണ്. നാലാമത്തത്, ഭക്ഷണം സംബന്ധിച്ചുള്ള വിഷയത്തിൽ, അത് ഉപദേശവുമായി ബന്ധപ്പെട്ടാണ് ആ ഭാഗം തിയോളജി കിടക്കുന്നത്. അതുകൊണ്ട് പല ഉപദേശങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകാതെ ദൈവസഭയ്ക്കകത്ത് നൽകുന്ന ഉപദേശത്തിനകത്ത് നിലനിന്ന അല്പവിശ്വാസം മാറ്റി പൂർണ്ണ വിശ്വാസത്തിൽ മുന്നേറാൻ സർവകൃപാലുവായ ദൈവം നമ്മയും നമ്മുടെ ദൈവസഭ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന പഠന സന്ദേശം സമയപരിമിതി കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.